കാമോടെ എവരിബഡിന്ന് പച്ചപ്പൂതപ്പൂ വിരിച്ച ഗ്രാമത്തിനെന്താണു ഭംഗി, പൂമരം നീളെ നീളെ ചാമരം വിശി വിശി തിരുവോണ നാളിതാ വന്നു പിറന്നു തെയ്യരത്തെയ്യ ആഹാ 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 ഏഹേ 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 ഓഹോ 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 ഓഹോ. ഇപ്പോൾ ഇന്ന് ജൂൺ 18, 2026 വ്യാഴം, തേഴ്സ്ഡേ. ലവ് ചിഹ്നം ലവ്, സത്യം ധർമ്മം നീതി, NDSV, സത്യം ധർമ്മം നീതി ദയ സ്നേഹം വാത്സല്യം. ഒരു പുതിയ പാർട്ടി രൂപീകരണം സത്യത്തിൻ്റെയും നീതിയുടെയും ചിന്തകളുണ്ട്. ചിലപ്പോൾ അടുത്ത് തന്നെ ചിലപ്പോൾ നടക്കും. സ്നേഹം മാത്രം. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഉഗ്രം ഗവൺമെൻറ്, ധർമ്മത്തിൻ്റെ ഗവൺമെൻറ്. ഇതെന്തായാലും എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ സംസ്ഥാനത്തും കേൾക്കുന്നുണ്ടാവും. അത്ര നല്ല ക്ലാസ്സാണ് ഞാൻ കൊടുത്തേർന്നത്. പുതിയ പാർട്ടി. അപ്പോൾ നമ്മൾ സ്നേഹം, സത്യം ധർമ്മ നീതി, അധ്വാനത്തിന് മതമല്ലാണ്ട് നോക്കണ്ടേ, സ്നേഹം. ഇതാരത് ഗ്രൂപ്പ് മൈക്രോസ്കോപ്പിൽ നോക്കേണ്ടത്. പുതിയ പാർട്ടി. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയേക്ക്. ഈ പുതിയ പാർട്ടിയിൽ അധ്വാനിക തൊഴിലാളി വർഗം ആണല്ലോ. അധ്വാനിക തൊഴിലാളി വർഗം, ഇന്ത്യയിലെ ഹരിജനങ്ങൾ, ആദിവാസികൾ, അവരുടെ ശ്രേഷ്ഠത, ഇതൊക്കെയാണ് അവരുടെ ഉന്നമനം. അപ്പം അതിൽ നമ്മൾ അധ്വാനത്തിൽ എങ്ങനെയൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും അധ്വാനത്തിൽ മതല്ലേ, ഭൂമിയിലുള്ള അധ്വാനത്തിൽ മതല്ലേ. അതിൽ സ്നേഹം, സത്യം ധർമ്മ നീതി, സ്നേഹം മത്സര്യം. ഈ പാടം ദളിത്, നമ്മുടെ ഇപ്പോൾ അവിടെ കിടക്കുന്ന വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പാടങ്ങളില്ലേ കേരളത്തിൽ, അതൊരു പത്രങ്ങൾ കൊടുക്കുക എവിടെയൊക്കെ പാടങ്ങൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. വേക്കൻ്റ് എന്ന് വെച്ചാൽ തരിശായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ സാധനം ദളിതിന് ഇപ്പോൾ ചുറ്റുവട്ടത്ത് അവിടെ ദളിത് കോളനി ഉണ്ടാവും. ഈ കേരളത്തിൽ നമുക്കൊരു സാമ്പിളിങ് നടത്തുന്ന കാര്യമുള്ളൂ. ഹൈന്ദവതയുടെ ചാക്രികത. അപ്പോൾ ഈ ഇടക്കൃഷി ഉണ്ടല്ലോ, മാപ്പിളമാരെന്നല്ല പറയാം ക്രിസ്ത്യാനികളിലെ, അത് പലയിടത്തും മാപ്പിളമാരെന്ന് പറയുക. ഈ കോട്ടയം ഇവിടെയൊക്കെ നമ്മുടെ ആ ഭാഗത്ത് ഈ മലയോര കർഷകർ, ഇവരുടെ ഇടക്കൃഷി ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയാണെങ്കിലും സൂപ്പറായിട്ടാണ്. ഇപ്പോൾ പൈനാപ്പിള്, കൊള്ളി, ഈ കൊള്ളി ഗംഭീര ലാഭമാണ്. കാരണം കൊള്ളി നമ്മൾ ഭക്ഷണം കൂടിയിട്ടാണ്. ഈ പൊറോട്ട അല്ല കൊള്ളി. പിന്നെ ഒരു ജാതി, അത് പോർച്ചുഗീസുകാർ കൊണ്ടാ തോന്നുന്നു. ജാതി ഗംഭീരമരമാണ് ജാതി. പിന്നെ അതിന് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മരം, കേരളത്തിന്റെ മരമാണെങ്കിൽ അത് കൊടംപുളിയാണ്. ഈ ജാതി ഉഗ്രം കൃഷിയാണ്. അപ്പൊ നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഇവര് കൂട്ടിമുട്ടിക്കും ഞാൻ. അതായത് അവര് ഡെയിലി ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നിൽക്കുന്ന സ്നേഹത്തിന്റെ പാർട്ടി ആണെങ്കിൽ ഇവരെ കൂട്ടിമുട്ടിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ ഈ പാടം ദളിതര് പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരായിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ, അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും, ഞങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഇടക്കൃഷി കേരളം മുഴുവൻ ഇവർ ബന്ധപ്പെടണം. ഇവർക്ക് ഗവൺമെന്റ് ശ്രേഷ്ഠതയുടെ തറപ്പാട്ടം കൊടുക്കണം. ആരാണ് അധ്വാനിക്കുന്നത്, അധ്വാനം ഒരു വലത് ഗവൺമെന്റ്, അത്യുഗ്രം രാജ ഗവൺമെന്റ് ആണ് അതിന്റെ പണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതിൽ ഇതിന്റെ കേരളം വിട്ട് ഇനി ഇന്ത്യയിൽ നിന്ന് പോയി മറ്റേ അതിനിടയ്ക്ക് ഗോഡൌണിൽ കൂടെ സഞ്ചരിച്ച് കപ്പൽ മാറി വേറെ തേങ്ങ, അതല്ല ചിന്തിക്കണ്ടേ. ഇവിടുത്തെ ഡോളർ വരെയല്ല ചിന്തിക്കണ്ടേ. ഇപ്പൊ മലേഷ്യൻ ഡോളറായിട്ട്, ഡോളർ ഭയങ്കര സംഭവം പറഞ്ഞിട്ട് മോദി മലേഷ്യൻ ഡോളറായിട്ട് വ്യാപാരം നടത്തില്ലേ. സംഭവം തെറ്റാണ് ചെയ്ത് ശ്രദ്ധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഉപദേശക സമിതി പോരാന്ന് തോന്നുന്നു എനിക്ക്. ഈ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതി പോരാ. ഈ വാജ്പേയിയുടെ പോലെ റേഞ്ചുള്ള ഹിന്ദുക്കളാണ് ഇപ്പോൾ അവിടെ ഭരിക്കേണ്ടത് ശരിക്കും. BJP, അവിടുത്തെ BJP. അവരെ കാര്യത്തിൽ വിടാം. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഈ പാടം ദളിതർ, ഇടക്കൃഷി, ക്രിസ്ത്യാനികൾ,
ശ്രേഷ്ഠത. അപ്പൊ ഇതിനിടയിൽ വരുന്നത് നമ്മുടെ മാപ്പിള മേഖല എന്ന് പറഞ്ഞാൽ അതിൽ 21 ഒക്കെ നമ്മളതിന് ശാസ്ത്രീയമായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് പിടിക്കുന്ന ശാസ്ത്രീയമായിട്ട് സംഭവിച്ചു. അത് കുറെ തെറ്റുകളല്ല, കുറെയൊക്കെ അങ്ങനെ സംഭവം. അതിന്റെ നല്ലൊരു ഇതിന്റെ പഠനം നടത്തിയ ഒരാള് ശ്രീധരനാന്ന് തോന്നുന്നു, ശ്രീധർ പണിക്കര്. അതുപോലെ സംസാരിക്കാം. അപ്പോൾ ഇതില് മതമല്ല ഞാൻ പറയണേ, ഇതില് സത്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഇടക്കൃഷി വരെ സൂപ്പറാണ്, ഈ കൊള്ളി. അപ്പോൾ ഈ പാടത്തിന്റെയും ഈ ഇടക്കൃഷിയുടെയും വിളവിന്റെ അടിസ്ഥാനത്തില് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇത് ഗവൺമെന്റ് ഇവരെ കൂടെ നിൽക്കുക, ഇവർ ഗവൺമെന്റിന് കൂടെ നിൽക്കുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും രാജ്യത്തോട് സ്നേഹമുള്ള ബാങ്ക്, കൃത്യമായിട്ട് പറഞ്ഞ ഒരു പുതിയ ബാങ്കിങ് സിസ്റ്റം, ഒരു പുതിയ ബാങ്കാണ് വേണ്ട ഇവിടെ. നമുക്ക് വേണ്ടത് ഒരു പുതിയ ബാങ്ക്. അതിലേക്ക് മറ്റുള്ള ബാങ്കുകൾ കൂടി ചേരാലോ. രാജ്യത്തിന്റെ സങ്കല്പ ആണത്. 150 കോടി ജനങ്ങളെയും കൃത്യം പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പോൾ വേണമെങ്കിൽ 150 കോടി ജനങ്ങളോടും 1 രൂപ വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടൊരു ബാങ്ക് തുടങ്ങണം മോദി ഗവൺമെന്റ്. ഒരു പുതിയ ബാങ്ക്, ഇഷ്ടമുള്ള പേരിട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. നീ പേരല്ലല്ലോ, ആ വന്ദേ മാതരം ബാങ്ക് നിട്. അപ്പൊ ഷെയർ മാർക്കറ്റ് പഠിക്കില്ലായി രാജ്യത്തിന്. നമ്മൾ ആ വട്ടത്തിനുള്ളിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. ഇത് ചിന്തകളിലുണ്ട്, വളരെ പോസിറ്റീവായിട്ടാണ് ചെയ്ത് നമ്മൾ. അപ്പം അതിനിടെ ഈ കുറേ ശത്രുക്കള് ഇവര് മൊബൈൽ ഹാക്കിങ്ങുമായിട്ട് നടക്കട്ടെ. അപ്പോ ഇതാണ് അതിൻ്റെ അതിൻ്റെ അധ്വാനം. രാജ്യം നിങ്ങൾ നോക്കടാ, ഇത് പറഞ്ഞു തന്ന ഭാരതം. എൻ്റെ പൊന്ന് ചങ്ങാതി, എനിക്കിത് പറയാൻ അവസരം ഉണ്ടാക്കിയത് രാജ്യമാണ് നീ ഭാരതം. ലോകത്ത് ആരും ഇതുവരെ പറഞ്ഞത് അതാണ് നമ്മുടെ നാട്. ഈ അധ്വാനത്തിലും മതമില്ല, ബുദ്ധി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവരുടെ നമ്മൾ ഹിന്ദു ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് കൊണ്ടുവന്ന സാധനത്തിൽ ഈ ഇടക്കൃഷി ഇത് ബെസ്റ്റ് സാധനമാണ്. നമ്മൾ തെങ്ങ് സൂപ്പറായിരുന്നു, അതിനൊരു സംസ്കാരം ഉണ്ട്, തെങ്ങിന്റെ അത്യുപരി ഹിന്ദു സംസ്കാരം ഉണ്ട്. ഈ തെങ്ങിനെ നോക്കാനോ ഈ പാടങ്ങൾ വാങ്ങി സംരക്ഷിക്കാനോ കുറെ ബുദ്ധികളിലൂടെ പോവില്ല. അത് തെറ്റല്ലാന്ന്, ഇതൊക്കെ ഒരു ചാക്രികമായി നടക്കുന്നതാണ്. പിന്നെ കുറെ നമ്മുടെ ഇടയിൽ കുറെ കുടിയേറ്റം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഏരിയ കുടിയേറ്റങ്ങൾ പല സ്ഥലങ്ങളിലും, കേരളത്തിലെ പലയിടങ്ങളിലും. എനിക്ക് അങ്ങനെ അങ്ങനെ ഇതൊന്നും വായിച്ചിട്ടില്ല. നമ്മൾ ലൈബ്രറി പോകുമ്പോൾ പുസ്തകങ്ങൾ നോക്കാറുണ്ട്. ഇതൊക്കെ ഓരോ ചർച്ചകൾ. അപ്പോ അങ്ങനെ പാടം തിരുവോണം വന്നു. അല്ല, നല്ല കൃഷിപ്പാട്ടുകൾ പടർന്നു വന്നു. അല്ല, നമ്മുടെ സ്ത്രീകള് പാട്ട് പാടി, ഈ കേരളത്തിലെ സ്ത്രീകൾ പാട്ട് പാടി പണിയെടുത്ത ഒരേ ഒരു സ്ഥലമാണ് ഈ പാടം. നാടൻ പാട്ടുകൾ പാടി ഇറങ്ങുന്നത്. അതുകൊണ്ടല്ലേ മീഡിയ കലാഭവണി സാറൊക്കെ വന്നത്. ഞാൻ പറഞ്ഞതല്ല, താഴ്ത്തി പോകേണ്ട കാര്യമാണ് പറയണേ. അപ്പൊ അതൊന്നും ഒരു സുപ്രഭാതത്തില്, എല്ലാം പഞ്ചഭൂതങ്ങളാണല്ലോ, ഒരു സുപ്രഭാതത്തിൽ കളയേണ്ട സാധനങ്ങളായിരുന്നില്ല. ആരോ എതിരെ കളിക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ നമുക്കെതിരെയൊക്കെ. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. അപ്പൊ ഇത് എൻ്റെ പുതിയ പാർട്ടിയുടെ നയങ്ങളിലൊന്നായിരിക്കും. അധ്വാനത്തിനും അതല്ല, അവർക്ക് നമ്മൾ എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുക്കും. ഇവരുടെ ഈ കൃഷിയിൽ കിടക്കുന്ന സാധനം വലുതായിട്ട് പോവുക, അത് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കുക, കുറെ ധൈര്യങ്ങളൊക്കെ വേണം പലതും തുറന്ന് സംസാരിക്കാൻ. നമുക്ക് അത്ര ധൈര്യമൊന്നുമില്ല, നമ്മൾ സാധാരണ മനുഷ്യൻ. അപ്പൊ തിരുവോണപ്പാട്ടുകളല്ല, കൊയ്ത്തുപാട്ടുകൾ. ആഹാ ഏഹേ ഓഹോ ഓഹോ ആഹാ ആഹാ, അതൊക്കെ നമ്മൾ പാടി. പിന്നെ നമുക്ക് പാടാൻ പറ്റുന്നത് കൊയ്ത്തുപാട്ടുകളൊക്കെ ആയിട്ടും പാടായിട്ട് ബന്ധപ്പെടുമ്പോ പൂക്കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൻ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. കമോൺ എവരിബഡി, കമോൺ. പുതിയ പാർട്ടി കമോൺ എവരിബഡി. ഭാരത് സൊല്യൂഷൻസ് ഇഷ്ടം, കൊടകര നന്മമരം ഇഷ്ടം, സ്നേഹം, സത്യധർമ്മം, ജൂൺ 18, 2026 വ്യാഴാഴ്ച തേഴ്സ്ഡേ. സ്നേഹത്തിൻ്റെ ചിഹ്നവും വേറെ ഇഷ്ടമാണ്. അങ്ങനെ പിടിക്കാം. ധാരാവൻ ആരിവൻ ആരിവൻ കൊമ്പും കൊണ്ട് വന്നിടുന്നു, ആരുമല്ല ആരുമല്ല ലേവുകാർ തന്നെയാണത്. അങ്ങോട്ടെ. സത്യം, ധർമ്മം, നീതി, ദയ, സ്നേഹം, വാത്സല്യം, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.
സത്യം, ധർമ്മം, നീതി, ദയ, സ്നേഹം, വാത്സല്യം, ഭാരതം, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.